10 മിനിറ്റ് കൊണ്ട് ഒരു അടിപൊളി ലഞ്ച് എങ്ങനെ തയ്യാറാക്കാം നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ ചൂടായതിനു ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും എരിവിനാവശ്യമായ പച്ചമുളകും ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് ഒരുപാട് അങ്ങ് വഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ തക്കാളിയും ക്യാരറ്റും സവാളയും ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 10 സെക്കൻഡ് അടച്ച് വെച്ച് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. തീ ലോ ഫ്ലെയിമിലാക്കാൻ ശ്രദ്ധിക്കണേ. പത്ത് മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം. നമ്മുടെ ഈ വെജിറ്റബിൾസ് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായ മുളക് പൊടി, മുക്കാൽ സ്പൂണോളം ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് നടുക്കൊരു സ്പേസ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 2 പേർക്കുള്ള ലഞ്ചാണ് തയ്യാറാക്കുന്നത്. ഈ മുട്ട ഒന്ന് കുക്കായി വരാൻ വേണ്ടി ഒരു 2 സെക്കൻഡ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നമ്മളെ മുട്ട ഇവിടെ ഹാഫ് ബോയിലായി വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയുടെ ഈർപ്പം എല്ലാം മാറി ഒന്ന് ചിക്കി തോർത്തി എടുക്കുക എന്ന് പറയില്ലേ, അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മുടെ വെജിറ്റബിൾസ് മുട്ട എല്ലാം ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. തലേ ദിവസമേ കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച ചോറാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ കഴിയും. ഞാനിവിടെ ചോറ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയം ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ഇതിൽ കൂടെ തന്നെ നമുക്ക് ചീരയോ ക്യാപ്സിക്കമോ അതുപോലെ തന്നെ മുരിങ്ങയില എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ടേസ്റ്റിന് വ്യത്യാസം വരും. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും നല്ലതാണ്, പക്ഷേ ടേസ്റ്റ് വേറെ ആയിരിക്കും. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ലഞ്ച് റെസിപ്പിയാണ്. മറ്റ് ആർഭാടങ്ങളൊന്നും തന്നെ ഇല്ലാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. ഒരു പൊരിച്ച മീനോ അല്ലെങ്കിൽ ഒരല്പം അച്ചാറോ ഉണ്ടെങ്കിൽ വളരെ ആർഭാടമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ലഞ്ചാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുത്തു. അതുപോലെ ഒരു 1/4 സ്പൂണോളം കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ മല്ലിയിലയുടെ ഫ്ലേവറെല്ലാം നമ്മുടെ ചോറിൽ പിടിച്ച് കിട്ടുന്നതിന് വേണ്ടി 1 സെക്കൻഡ് നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അതുപോലെ തന്നെ മുതിർന്നവർക്കും കഴിക്കാൻ പറ്റിയ വളരെ സ്വാദിഷ്ടമായ ഒരു മുട്ടച്ചോറാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. തീ വളരെ ലോയിലിടാൻ ശ്രദ്ധിക്കണം. എല്ലാ ഫ്ലേവറും നമ്മുടെ ചോറിൽ ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ബട്ടൺ ടച്ച് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.